അപ്പം ഹലോ ക്യൂട്ടീസ്, ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് നമുക്കൊരു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്താലോ. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ പെയിൻറ്റിങ് വീഡിയോസൊക്കെ ഇടുന്നത്. നിങ്ങൾ ഈ ഷോർട്സിൽ കിടന്ന വീഡിയോ അത്ര മിനിറ്റ് കൊണ്ട് ചെയ്യുന്നതല്ല, ചിലപ്പോൾ 1 മണിക്കൂറും ചിലപ്പോൾ 2 മണിക്കൂറും ഒക്കെ എടുത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് എനിക്കങ്ങനെ മടുപ്പ് തോന്നാറില്ല കേട്ടോ. അപ്പം പല പെയിൻറ്റിങ്ങിൽ നിന്ന് പല കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലർ വാട്ടർ കളർ യൂസ് ചെയ്യും, ചിലർ പോസ്റ്റർ കളർ ആക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന അക്രിലിക് കളറാണ്. നമുക്ക് പെൻസിൽ കൊണ്ടോ നമ്മുടെ ക്രയോൺസ് വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്നൊരു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻലി നമുക്ക് ഉള്ള ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഏതൊക്കെയാണ്. ഇപ്പോൾ അക്രിലിക് കളേഴ്സിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പല കളേഴ്സും ചിലപ്പോൾ നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇത് കളേഴ്സൊക്കെ കേട്ടോ. അതിനകത്ത് ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ ബ്ലാക്ക് മിക്സ് ചെയ്യാം, ലൈറ്റ് ഷെയ്ഡിന് ഒരു വൈറ്റ് മിക്സ് ചെയ്ത് എത്രയും ലൈറ്റ് ആക്കണോ അത്രയും വൈറ്റ് മിക്സ് ചെയ്താണ് മെയിൻലി ഉള്ള ഷെയ്ഡിങ്ങിൽ. അപ്പോൾ ഷെയ്ഡിങ്ങിൽ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഏകദേശം 8-9 വർഷത്തെ പഴക്കമുള്ള ബ്രഷ് കേട്ടോ. എനിക്ക് പുതിയ ബ്രഷ് മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ചിലപ്പോൾ യൂസ് ചെയ്യത്തില്ല. നമുക്ക് പിശുക്കാന്ന് വരും കളേഴ്സ്. പക്ഷേ നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ ഒരിക്കലും പിശുക്ക് കാണിക്കില്ല കേട്ടോ. കളേഴ്സ് പിശുക്ക് കാറ്റിയാൽ നമ്മുടെ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ നമ്മൾ ശരിയാകാതിരിക്കും. അപ്പം ഞാൻ വലിയ പെയിൻറ്റിങ്ങോ വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, പക്ഷെ ചെറുതായ രീതിയിൽ എനിക്ക് ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുവാണ്. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി 3-4 കളേഴ്സ് ഷെയ്ഡ് വെച്ചാണ് നമ്മൾ എന്നും കാണുന്ന ബോറിംഗ് ആയിട്ടുള്ളൊരു മലയ്ക്ക് പകരം ഒരു മൗണ്ടൈൻ നമ്മൾ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡാണ് കാണിക്കുന്നത്. അപ്പം സാധാരണ എല്ലാവരും നമ്മൾ ബ്ലൂവും ബ്ലാക്കും വൈറ്റും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് വരയ്ക്കാമെന്ന് വെച്ചുകൊണ്ടിട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി മൗണ്ടൈനെ വരച്ചു. ഇനി താഴെയുള്ള നമ്മുടെ ഭാഗ്യത്തിൻ്റെ അത് ആ താഴ്വര ഭാഗങ്ങളാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം സ്കൈക്ക് പോലും സാധാരണ നമ്മൾ ബ്ലൂ വരയ്ക്കുന്നതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വൈബ്രൻറ്റ് കളർ യൂസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം മിക്കവാറും നമ്മൾ എല്ലാ സ്കൈക്കും ഒരു ബ്ലൂ ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും, അല്ലേ. ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആവട്ടുന്നു. ഇനി താഴെ നമ്മൾ കാണുന്ന ഒരു ലേക്ക് അല്ലെങ്കിൽ റിവർ പോലെ ഒരു സൈഡായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പം സാധാരണ ലിവിയറിനും ലേക്കിനൊക്കെ മിക്കവാറും നമ്മൾ ചെയ്യുന്ന കളറിൽ നിന്ന് എല്ലാത്തിനകത്തുനിന്ന് ഒരു ഡിഫറെൻറ്റ് കളർ ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. നമുക്ക് കളേഴ്സ് കൊണ്ട് നമ്മുടെ ഡ്രോയിങ്ങിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു എന്ന് വെച്ചാൽ ബോറിംഗ് ആകാത്ത നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അതിനെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിന് ഏറ്റവും വലിയത് അക്രിലിക് കളർ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും. അപ്പം അതുകൊണ്ട് ഈ വരയ്ക്കുന്ന പേപ്പറും ഇച്ചിരി നല്ലതല്ലെങ്കിൽ നമ്മുടെ കളേഴ്സും നല്ലവണ്ണം അത് ഒരു ഷെയ്ഡിങ്ങിന് എഫക്റ്റ് വരത്തില്ല കേട്ടോ. അപ്പോൾ നല്ലോണം മേർജ് ആകാൻ വേണ്ടി നമ്മൾ അതിനനുസരിച്ചുള്ള പെട്ടെന്ന് കളർ ചെയ്യേണ്ടി വരും. വാട്ടർ കളറിന് അങ്ങനെ വാട്ടർ കളറിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് ഒരു വാട്ടറി എഫക്റ്റ് വരുന്നതുകൊണ്ട് അത്ര പ്രശ്നം വരത്തില്ല, അത്ര ഉണങ്ങത്തില്ല പക്ഷേ ഇത് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. പക്ഷേ ഇതിന് അധികം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു കളർ ഷെയ്ഡ് വ്യത്യാസം. പക്ഷേ എന്നാൽ ഒരു ലൈറ്റ് ഒരു വെറ്റ്നെസ് ഉണ്ടായിരിക്കുകയും വേണം, അത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പഠിച്ചു വന്ന പരിപാടികളാണ്. പിന്നെ ഇതിൽ ഞാനും പഠിച്ചു വരുന്നതുകൊണ്ട് ഞാൻ ഇനി സ്റ്റെപ്പുകൾ പഠിക്കുമ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഗിവ് വേയുടെ വിന്നേഴ്സ് ആരാന്ന് ഒന്ന് വെയിറ്റ് ചെയ്യല്ലേ. അപ്പം നാളെ ഞാൻ ഗിവ് വേയുടെ വിന്നേഴ്സ് എൻ്റെ ഷോർട്സിന് ശേഷം അതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പം വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ഓൾറെഡി കാണിച്ചതാണ്. നിങ്ങൾ ഗിവ് വേക്ക് വേണ്ടി മാത്രം എൻ്റെ വീഡിയോ കാണില്ല, ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ കൊടുത്ത 2 പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും, അങ്ങനെയുള്ളവരെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതെല്ലാ പ്രാവശ്യവും അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം എന്ന് വെച്ച് ഒരു പ്രാവശ്യം കിട്ടിയിട്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത ആളിനെ പോടുക, അങ്ങനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ആരുടെ അടുത്ത് കൂടിയാലും അവരുടെ കൂടെ തന്നെ നിൽക്കുക. അവരുടെ കൂടെ തന്നെ നിൽക്കുമ്പം അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്, അല്ലേ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നുവാണ് ഗിവ് വേക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്നത് വെച്ചാൽ അവർക്ക് ഉറപ്പായിട്ട് ഞാൻ എന്തെങ്കിലും എന്നെ കഴിയുന്ന ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മളോട് ഏകദേശം മലയ്ക്കുള്ള ഒരു ഷെയ്ഡിങ് ഇഫക്റ്റ് കാണിക്കുകയാണ്. അതായത് നമുക്കൊരു മലയൊരു റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ വേണ്ടി, നമ്മൾ പ്ലെയിൻ ആയിട്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച്. പിന്നെ ഈ മരങ്ങളും ചെടികളൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ഈ പാച്ച് വർക്ക് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല സൂപ്പറായിട്ട്. പിന്നെ ഇതിപ്പം നമ്മൾ ദൂരത്തുനിന്ന് കാണുന്നതുകൊണ്ടാണ് ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് കാണിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ഷെയ്ഡൊക്കെ ഉപയോഗിക്കുക കേട്ടോ. മരങ്ങൾക്കൊക്കെ ഈ ഒരു ഡാർക്ക് കാണിക്കുന്നത് നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ അങ്ങനെയല്ലോ കളർഫുള്ളായിട്ട് അത്ര കാണത്തില്ല, അതുകൊണ്ടാണ് അതിനൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ്. പിന്നെ നമ്മുടെ മലയ്ക്കൊരു എടുപ്പ് വരുത്താൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പഠിച്ചു വന്നത്. ഞാൻ പണ്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് സമയത്തിനെക്കാട്ടി കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഈ പെയിൻറ്റിങ്ങിന്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പണ്ടൊന്നും ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ പെയിൻറ്റിങ് അറിയാവുന്നവർ ഇതൊന്നും ഒരിക്കലും മറക്കല്ലേ. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ നിങ്ങളെ കഴിഞ്ഞ് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നോക്കുക. കാരണം ഇതിനൊരിക്കലും നമ്മൾ മറന്നുപോലെ, നമ്മൾ വേറെ പ്രൊഫഷനിലായിരിക്കും ചിലപ്പോൾ, പക്ഷേ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുക, അതൊരു രസമുള്ള കാര്യമല്ലേ. അപ്പം ഏകദേശം എന്താ ഈ താഴത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെള്ളത്തിലൊരു ലൈറ്റിൻ്റെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓറഞ്ചും ലൈറ്റ് എല്ലാം കൂടെ ചെയ്തത്. ഇതൊക്കെ ശരിയാണല്ലോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്നത് എനിക്കങ്ങനെ മറ്റുള്ളവർക്ക് ചെയ്ത് കാണിച്ചും നമ്മൾ സ്വയം
കണ്ടിട്ടൊക്കെ എക്സ്പീരിയൻസ് വരുന്നത്. അതിലൂടെ ഞാൻ പഠിക്കുന്നതാണ്. അല്ലാതെ ഞാനൊരു പ്രൊഫഷണൽ ഇതൊന്നും അറിയാൻ മേലാത്ത നമുക്ക് ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ചു വരുന്നത്. നമ്മൾ ഏതൊരു കൊച്ചുങ്ങളായാലും LKGയിലും KG ഒക്കെ കഴിഞ്ഞല്ലേ 10 വരെ എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലും. എനിക്കാണെങ്കിൽ പോർട്രേറ്റ് പെയിൻറ്റിങ് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നമ്മൾ ഏകദേശം മലയൊക്കെ വരച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് മരങ്ങളെ വരയ്ക്കണം. അപ്പം ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ കുറച്ച് വരകൾ വരച്ച ശേഷം ഏറ്റവും ഈസിയാണ് ഈ പൈൻ ട്രീ ടൈപ്പ് വരയ്ക്കാനുള്ളത്. അതിനൊന്നും ചെയ്യേണ്ടത് ഇങ്ങനെ കുറേ വരകൾ വരച്ച ശേഷം ഒരു ട്രീയുടെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഈ ഇലകളില്ലേ അതിനിങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ എഫക്റ്റ് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് വെച്ചാണ് ഇങ്ങനെ സിഗ്സാഗ് വെച്ചാൽ നമ്മുടെ ട്രീ വരയ്ക്കും. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള അതൊക്കെ നമ്മൾ ട്രീ വരയ്ക്കുന്നതിനെക്കാട്ടി നമ്മൾ മാറും കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ പെയിൻറ്റിങ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗിവ് അവേ തരുന്നത് ഞാൻ അതിൻ്റെ റൂളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതിരിക്കുക. ഷോർട്സൊക്കെ ഒന്ന് കാണുക കേട്ടോ. പിന്നെ ലൈക്കൊക്കെ ഒന്ന് അടിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ റൂൾസാണ്. വേറെ വലിയ റൂൾസൊന്നും ഇതിനകത്തില്ല കേട്ടോ. അപ്പം വളർന്നു വരുന്ന എല്ലാ കുഞ്ഞു കലാകാരന്മാരും പഠിക്കുന്ന പോലെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്രാഫ്റ്റിനോട് ഇപ്പോൾ ഒരു മടുപ്പ് വന്നുകൊണ്ടാണ് പെയിൻറ്റിങ്ങിലോട്ട് തിരിഞ്ഞത്. എന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നത് കണ്ടുന്നവർക്കറിയാം. ക്രാഫ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമൊക്കെ തന്നെയാണ്. ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യണമെന്ന് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ വേറൊരു ചാനലുണ്ട്. അതിനകത്ത് ഞാൻ കൂടുതലും ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ചാനലൊന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെയാണ് ട്രീ വരയ്ക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ വെച്ച് വരയ്ക്കാൻ പറ്റും. സാധാരണ വലിയ ട്രീകൾ ഈ ദൂരത്തു നിന്നുള്ള കുഞ്ഞു ട്രീകളായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ട്രീയുടെ ഒക്കെ എഫക്റ്റ്. അപ്പോൾ ഏകദേശം നമ്മുടെ പണം തീർന്നു കഴിഞ്ഞു. ഇനിയിപ്പം വലിയ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പ്? ഞാൻ അങ്ങനെ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് ഞാൻ ഈ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ലൈക്ക് അടിക്കണം കേട്ടോ, മറക്കല്ലേ.